ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോണറിന്റെ 9X Pro എന്ന ഫോണിനെ കുറിച്ചാണ്. ഒരു നല്ല ഫോണാണ് കേട്ടോ. ഒരു 6GB റാം 256GB സ്റ്റോറേജ് വെച്ചാൽ ഇത്രയും ഹയസ്റ്റ് വേരിയന്റിന് വരെ 15,000 രൂപ വില വരുന്നു. അപ്പോൾ ഈ ഒരു വിലക്കാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഫോണാണ്, പവർഫുൾ ഫോണാണ്. കിരിൻ 810 എന്ന് പറയുന്ന പവർഫുള്ളായ പ്രോസറൊക്കെ ഉണ്ട്. 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയുണ്ട്. ഫുൾ സ്ക്രീൻ വിത്ത് പോപ്പപ്പ് ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആക്സെപ്റ്റബിൾ ആയ നല്ല വാല്യൂ ഫോർ മണിയായ ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ ഹോണർ 9X Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേർക്ക് വരും. ഇത് നല്ലത് തന്നെയാണോ? ഇതിൽ ഗൂഗിൾ സർവീസ് ഉണ്ടോ? യൂട്യൂബ് കിട്ടുമോ? അല്ലെങ്കിൽ ജിമെയിൽ കിട്ടുമോ? നമുക്ക് മറ്റ് ഫേസ്ബുക്ക്, വാട്സപ്പ് കിട്ടുമോ? ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? ഇങ്ങനെ ഒട്ടനവധി ചോദ്യം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ ഹോണർ 9X Pro എന്ന ഫോണിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഹുവാവേ ഫോണുകളുടെ കാര്യം നോക്കിയാൽ തന്നെയും വേൾഡ് ടോപ്പ് സെക്കൻഡ് ബ്രാൻഡ് വരെ എത്തിയ ഒരു ഗംഭീര ബ്രാൻഡാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ബ്രാൻഡിന് അത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളുള്ള ബ്രാൻഡ് തന്നെയാണ് ഹുവാവേ ഹോണർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഹോണർ 9X Pro ആണ്. കൂടുതൽ ലോഞ്ചുകളൊന്നും അവർ നടത്തുന്നില്ല. കാര്യമൊക്കെ നമുക്കറിയാം. അമേരിക്ക അവരെ ബാൻ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ക്ലാഷ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബേസിക്കലി അവർക്ക് ഗൂഗിളിൻ്റെ സർവീസോ മറ്റ് ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ ഹാർഡ്വെയർസോ ഒന്നും അമേരിക്കയിൽ നിന്ന് കിട്ടാതെ വന്നതോടുകൂടി അവരുടെ പ്രൊഡക്റ്റുകളിൽ മെയിനായിട്ടും ഗൂഗിൾ സർവീസ് ഇല്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ജനങ്ങൾ ആ പ്രൊഡക്റ്റുകൾ എടുക്കാൻ മടിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് ഹുവാവേയുടെ താഴേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഉയർന്ന 2ാം സ്ഥാനത്തെത്തി അവരിപ്പോൾ താഴേക്ക് പോന്നിരിക്കുകയാണ്. എന്തായാലും 9X Pro ഇന്ത്യയിൽ എത്തുമ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയ കാര്യങ്ങൾ എല്ലാം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ചുരുക്കി പറയാം. കിരിൻ 810 എന്ന് പറയുന്ന പവർഫുൾ ആയ ഒരു പ്രോസസ്സർ, അങ്ങോട്ട് 76ഉം 55 ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് മിഡ് റേഞ്ചിൽ കാണുന്ന ഏതൊരു ഫോണിന്റെയും പോലെ പവർഫുൾ ആണ്. അത്യാവശ്യം ഗെയിമിങ്ങിനും മൾട്ടി ടാസ്കിങ്ങിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല പെർഫോമൻസ് കിട്ടാവുന്ന ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. 6GB റാമും 256GB സ്റ്റോറേജുമുള്ള വേരിയന്റിൽ തന്നെ 15,000 രൂപയെ വരുന്നുള്ളൂ. സോ നല്ല വാല്യൂ ഫോർ മണിയായ ഒരു ഫോൺ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ഈ ഫോണിന്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ സ്ക്രീൻ പോപ്പപ്പ് സെൽഫി ക്യാമറ, LCD ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒപ്പം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറയിൽ 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, ഒരു ഡെപ്ത് സെൻസർ, ഫ്രണ്ടിൽ പോപ്പപ്പ് ക്യാമറയായിട്ട് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. എന്തായാലും ക്യാമറ സെറ്റപ്പ് ഒക്കെ ഒരു മിഡ് റേഞ്ച് ഫോണിൽ ഓക്കെ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ്. ബാറ്ററി 4000 mAh വരുന്നുണ്ട്. നല്ല ഒരു ബാറ്ററി തന്നെ. ബാക്കി ഇതിന്റെ ഫാസ്റ്റ് ചാർജിനെ കുറിച്ച് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും 4000 mAh ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഫോണാണ്. ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ തന്നെയും ഈ ഒരു ഫോൺ നല്ല പവർഫുൾ ആയ ഫോണായി. ആ ഒരു പ്രത്യേകിച്ചും 6GB റാം 256GB സ്റ്റോറേജിന് 15,000 രൂപ എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റബിൾ ആയ നല്ലൊരു സെറ്റപ്പാണ്. അപ്പോൾ ഫോണിന്റെ കാര്യം ഇങ്ങനെയാണ്. ഈ മിഡ് റേഞ്ചിൽ ഏത് ഫോൺ എടുത്ത് നോക്കിയാലും ഏറെക്കുറെയൊക്കെ കട്ടക്കി നിൽക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആവാൻ പോകുന്ന കാര്യം ഇതിന്റെ മറ്റ് സർവീസുകളാണ്. എങ്ങനെയാണ്? നമുക്ക് ഈ ഒരു ഫോൺ എടുത്താൽ ഗൂഗിളിന്റെ സർവീസുകൾ കിട്ടും? ഉറപ്പായിട്ടും കിട്ടില്ല. ഗൂഗിളിന്റെ സർവീസ് ഇല്ലാതെയാണ് 9X Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിളിന്റെ സർവീസ് ഇല്ല. ജിമെയിൽ, യൂട്യൂബ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള സർവീസ് ഇല്ല. പ്ലേ സർവീസ് ഇല്ല. പ്ലേ സ്റ്റോർ ഇല്ല. ഒരു തരത്തിലുള്ള സംഭവങ്ങളില്ല. പക്ഷേ ഇതിനകത്ത് ആപ്പ് ഗാലറി എന്ന് പറയുന്ന അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻ ലൈബ്രറി, അതായത് പ്ലേ സ്റ്റോർ പോലത്തെ അവരുടെ സ്വന്തം ഗാലറിയാണുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം. മതിയല്ലോ. നമുക്ക് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. നമുക്ക് അതിനകത്ത് സേഫ് ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതായാലും മതി. സേഫ്റ്റി എന്തായാലും പ്രൈവസി പോളിസിയൊക്കെ ആയിട്ട് അവർ ഒരുവിധം സേഫ്റ്റി ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പിന്നീട് കസ്റ്റമേഴ്സ് ഇല്ലാതാവുക. സോ അവർ പ്രൈവസി ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആപ്പ് ഗാലറിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ അതിനകത്ത് യൂട്യൂബ് ഉണ്ടാവും, അതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടാവുമോ, ജിമെയിൽ ഉണ്ടാവുമോ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഗൂഗിൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതിനകത്ത് ആപ്പ് ഗാലറിയിൽ എന്തായാലും ഈ സംഭവങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. സൈഡ് ലോഡ് ചെയ്യാം, മറ്റേതെങ്കിലും സൈറ്റിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ ഗൂഗിൾ സർവീസുമായി ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്രാഷ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരുപാട് പേര് ചിന്തിക്കും ഈസിയാണല്ലോ ഡൗൺലോഡ് ചെയ്യാൻ, പ്രശ്നമില്ലല്ലോ. ഈസിയാണ്. ആർക്ക്? ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് ഈസിയാണ്. നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് സൈഡ് ലോഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ക്രാഷ് ആയാൽ അത് മാറ്റി വീണ്ടും എടുക്കുക എന്ന് പറയുന്നതും അത് വേറെ എങ്ങനെയെങ്കിലും അത് കറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർക്ക് സൈഡ് ലോഡിംഗ് ഒക്കെ ഈസിയാണ്. ഇനി സൈഡ് ലോഡ് ചെയ്യാമെന്ന് തന്നെ വെക്കുക. ആരോടെങ്കിലൊക്കെ ചോദിച്ച് സൈഡ് ലോഡ് ചെയ്താൽ തന്നെ സേഫ്റ്റി ഉണ്ടാവും. സേഫ്റ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അത് ഉറപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. ഈ സൈഡ് ലോഡ് ചെയ്യുമ്പോൾ ക്രാക്ക്ഡ് ആപ്ലിക്കേഷനാണ് വരുന്നത്. ക്രാക്ക്ഡ് ആപ്ലിക്കേഷനുകൾ നമുക്ക് ക്രാക്ക് ചെയ്തൊരു ആൾ തരുന്നെങ്കിൽ അയാളുടെ നമ്മളത് കാശ് കൊടുത്തൊന്നുമല്ല വാങ്ങിക്കുന്നത്, ഫ്രീ ആയിട്ടാണ് വാങ്ങിക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടാത്തൊരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രാക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ഒരാൾ തരുമ്പോൾ അത് വെറുതെ അങ്ങ് ചെയ്യും, അത് സാധ്യത വളരെ കുറവാണ്. സോ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ കെയർഫുൾ. ആ ഒരു കോൺഫിഡൻസിൽ എടുക്കാൻ മുമ്പ് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് മാത്രം, പ്രൈവസി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വേണം നമ്മൾ സൈഡ് ലോഡ് ചെയ്യാൻ. അതിപ്പോൾ ഈ ഹുവാവേയുടെ ഫോണിലേക്കല്ല, ഏത് ഫോണിലേക്ക്, ഏത് കമ്പ്യൂട്ടറിലേക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഹാക്ക് അല്ലെങ്കിൽ ക്രാക്ക്ഡ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴുള്ള സെയിം അവസ്ഥയായിരിക്കും ഇതിനകത്തേക്ക് ഗൂഗിൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഉണ്ടാവാൻ പോകും. ഇനി ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളൊക്കെ പോട്ടെ, നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, അതും അമേരിക്കൻ ആപ്ലിക്കേഷൻ തന്നെയാണ്, അതും കിട്ടാനില്ല. നമുക്ക് വേണമെങ്കിൽ ഇത്തരം കുറേ മറ്റു ചില ഇതിനകത്ത് അപ്പ് ഗാലറി ഇല്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്ന്, APK Power പോലുള്ള അങ്ങനത്തെ സൈറ്റുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോഴും സേഫ്റ്റി ഉണ്ടാവൂ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സേഫ് ആണ്, ഡൗൺലോഡ് ചെയ്തോളൂ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് വിശ്വാസമുള്ള കുറച്ച് മേഖലകൾ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറോ ഒക്കെ തന്നെയാണ്. APK Power എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്, എങ്കിൽ പോലും സേഫ്റ്റി ആണെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വേണ്ട, നമുക്ക് ഈ ഒരു ഫോണിൽ പെർഫോമൻസ് ഉണ്ട്, 6GB RAM ഉണ്ട്, PUBG കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇതിനകത്ത് PUBGയും സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് അതിനകത്ത് PUBG ഇവരുടെ സ്റ്റോറിൽ നിന്ന് എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. PUBGയുമായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ക്രാക്ക് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇട്ട് കളിക്കാൻ പറ്റുമായിരിക്കും. അപ്പോഴും സേഫ്റ്റി ഒരു പ്രശ്നമായിട്ട് വരും. സോ വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, നമുക്ക് PUBG വരെ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഫോൺ എടുത്താൽ എങ്ങനെയിരിക്കും? അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് കമൻറ്റ് വഴി കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. കമൻറ്റുകൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഈ സൈഡ് ലോഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് റിസ്ക് ആണ്, സേഫ് അല്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ചാനലുകൾ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ചും എനിക്കും ധാരാളം മെയിലുകൾ വരാറുണ്ട്, ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യൂ, ആ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യൂ, ഈ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യൂ. നമ്മളതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, എനിക്ക് വിശ്വാസമുള്ള ഗൂഗിൾ ഡ്രൈവ് പോലെ, ഗൂഗിൾ ഫോട്ടോസ് പോലെ ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന എനിക്ക് വിശ്വാസമുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ചെയ്തപ്പോൾ. അതല്ലാതെ മറ്റ് മെയിൽ വഴി വരുന്ന എല്ലാ ആപ്ലിക്കേഷനും എടുത്ത് റിവ്യൂ ചെയ്യുന്നില്ല. എല്ലാം മോശമാണെന്നല്ല, നല്ലതും ഉണ്ടായിരിക്കാം, പക്ഷേ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ റിവ്യൂ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ. സോ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഞാൻ തന്നെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. പേഴ്സണലി ഞാൻ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ നിങ്ങളും ആലോചിച്ചിട്ട് സ്വന്തം റിസ്കിൽ മാത്രം യൂസ് ചെയ്യാൻ തീരുമാനിക്കുക. പിന്നെ എൻ്റെ ഈ ഒരു ഒപ്പീനിയൻ ഇത് ശരിയാണോ, നിങ്ങൾ തന്നെ അതും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് കൂടി നോക്കുക, മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് 9X Proയുടെ ഒരു വീഡിയോ. 9X Pro നല്ല ഫോണാണ്, പക്ഷേ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളും സർവീസും ഒന്നും ഇല്ലാതെ ഒരു നല്ല ഫോൺ ആയിരിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.